നമ്മളൊരു ആക്രമണം അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചെങ്കിലും ഖമനേയി പോലുള്ള ആത്മീയ നേതാവിൻ്റെ കൊലപാതകം നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകളും മറ്റ് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ ഏതാണ്ട് ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ് ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥ. തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫിലുടനീളം വിന്യസിച്ചിരിക്കുന്ന സൈനിക കേന്ദ്രങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തുമെന്നും അത് തങ്ങളുടെ അവകാശമാണെന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, ഈ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന കമ്പൈൻഡ് ആക്രമണങ്ങളെ അപലപിക്കുകയും അതേപോലെ തന്നെ ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ചൈനയും റഷ്യയും. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക കരുതുന്നത് പോലെ അത്ര വേഗം ഇറാനെ തകർക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ ഏറ്റവും വലിയ ജനകീയ നേതാവ് 1989 മുതൽ ഇറാൻ്റെ സുപ്രീം കമാൻഡറായി പ്രവർത്തിക്കുകയും അവിടുത്തെ ഏറ്റവും പരമോന്നത നേതാവായിട്ട് ആത്മീയ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്ത ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ വാർത്താ ഏജൻസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം ഇറാൻ തീർച്ചയായിട്ടും അമ്പരന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വല്ലാത്ത അമർഷമുണ്ട്. കാരണം ഒരു കാരണവശാലും ഈ ഖമനേയി കൊല ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പുതിയ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് ഖമനേയിയുടെ താവളം ട്രാക്ക് ചെയ്ത് അമേരിക്കയും അതുപോലെ ഇസ്രയേലും നടത്തിയ കമ്പൈൻഡ് ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്തരം ഒരു ഭീകരമായ സംഭവം, ഏറ്റവും ലോകത്തെ ഭീകരനായ ഒരാളെ കൊലപ്പെടുത്തി എന്ന രീതിയിലുള്ള ആഹ്ലാദത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് നാടുകളിൽ താമസിക്കുന്ന പ്രവാസികൾക്കൊക്കെ വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് തത്സമയം ചേർന്നു. റഹീസ്, ദുബായിൽ സ്ഥിതി ശാന്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ എമിറേറ്റ്സിൻ്റെ എല്ലാ വിമാനങ്ങളും റദ്ദ് ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. അതുപോലെ ഖത്തർ വ്യോമപാത അടച്ചുവെന്നും ഖത്തർ ദോഹയിലെ എയർപോർട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് എല്ലാ വിമാനങ്ങളും റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തയാണ്. നമ്മുടെ കേരളത്തിലും വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന ആളുകൾ എയർപോർട്ടിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് നമുക്ക് അറിയിക്കാനുള്ള കാര്യം. മിക്കവാറും നമ്മുടെ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ, കേരളത്തിലെ വിമാനത്താവളങ്ങളൊന്നും ഇപ്പോൾ യാത്രക്കാർ എത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മാലി പോലുള്ള ചില പ്രദേശങ്ങളിലേക്കുള്ള വിമാനങ്ങൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ എന്നാണ് 4 എയർപോർട്ടുകളിൽ നിന്ന് അല്പം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിച്ചത്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് തത്സമയം ചേർന്നു. റഹീസ്, വിവരങ്ങൾ പറയൂ. SK, എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് UAE പൂർണ്ണമായിട്ടും ഈ വ്യോമപാത അടച്ചിരിക്കുകയാണ്. വളരെ ചെറിയ തോതിൽ മാത്രമാണ് വിമാന സർവീസുകൾ നടത്തുന്നത്. അത് ഫുജൈറ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ്. പക്ഷെ അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. മറിച്ച് അതും സർവീസുകൾ ഉണ്ടാകില്ല എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് UAE പൂർണ്ണമായും അബുദാബിയിലെ വിമാനത്താവളത്തിലും ഇന്നലെ UAE വിമാനത്താവളത്തിലും, അതായത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഉണ്ടായ അപകടത്തിന് പിന്നാലെ തന്നെ ഏതാണ്ട് വൈകിട്ടോടു കൂടി തന്നെ പൂർണ്ണമായിട്ടും വിമാന സർവീസുകൾ റദ്ദാക്കി എന്നുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഒരുപാട് മലയാളികൾ അടക്കം അവിടെ കൂടുകയും ചെയ്തു. പ്രത്യേകിച്ച് ബാഗേജുകളൊക്കെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു. വലിയ സമയമെടുത്തതിന് ശേഷമാണ് പലർക്കും തങ്ങളുടെ ലഗേജ് ഒക്കെ തിരികെ കിട്ടി അവർ മടങ്ങിയെത്തിയത്. അതിന് പിന്നാലെ തന്നെ ഇന്ന് വൈകിട്ട് 3 മണിവരെ എന്തായാലും സർവീസുകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് അറിയിച്ചു. പിന്നെ ഓരോ വിമാന കമ്പനികളും അവരുടേതായിട്ടുള്ള അറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ഒരു കാരണവശാലും എയർപോർട്ടിലേക്ക് വരരുത്, ഏതെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും ഒക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കണം. SMS മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയൊക്കെ അത് ദൂരീകരിച്ച ശേഷം മാത്രമേ വിമാനത്താവളത്തിലേക്ക് എത്താവൂ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. അപ്പോൾ UAE മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബഹ്റൈനും കുവൈറ്റും ഒക്കെ സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. കാരണം കുവൈറ്റിലൊക്കെയാണ് ആദ്യമായ ഒരു വിമാനത്താവളത്തിനകത്ത് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിന്റെ അലയൊലികൾ മൂലം അപകടമുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള അപകടം ഉണ്ടാകുന്നത് ആദ്യമായി കുവൈറ്റ് ഈ എയർപോർട്ടിലാണ്. അവിടെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് 12ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് ഇന്നലെ തന്നെ കുവൈറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏതാണ്ട് ഗൾഫ് മേഖലയിൽ പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ വിമാനങ്ങളൊക്കെയും റദ്ദ് ചെയ്തിട്ടുണ്ട്. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. കാരണം നാട്ടിൽ നിന്ന് തിരികെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരേണ്ടവർക്കും ഇവിടെ നിന്ന് മടങ്ങി പോകേണ്ടവർക്കും ഈ ദിവസങ്ങൾ വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ 20,000-ലും അധികം യാത്രക്കാർ ഇന്നലെ അവിടെ കുടുങ്ങുകയും ചെയ്തു. വിവിധ എയർപോർട്ടുകളിൽ കുടുങ്ങി. അതിൽ പലരും മലയാളികളായിരുന്നു. അങ്ങനെ ഒരുപാട്
ഒരുപാട് പേർ നമ്മളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ തരത്തിൽ മേഖലയിൽ ആകെ വിമാനങ്ങളുടെ കാര്യം എടുത്താൽ, വിമാനത്താവളങ്ങളുടെ സ്ഥിതി എടുത്താൽ എന്തായാലും അത് പൂർണ്ണതോതിൽ സജ്ജമാകാൻ കുറച്ചധികം സമയമെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ആ നിലയ്ക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് അബുദാബിയിലായിരുന്നു ഇന്നലെ ഏറ്റവും കൂടുതൽ രാത്രി ഈ ഒരു ശബ്ദമൊക്കെയും കേട്ട് ഈ സ്ഫോടനത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നതും ഒപ്പം തന്നെ തലങ്ങും വിലങ്ങും ഒക്കെ ഇങ്ങനെ ഡ്രോൺ പറക്കുന്ന കാഴ്ചകളും മിസൈൽ പറക്കുന്ന കാഴ്ചകളും ഒക്കെ കൂടുതൽ അബുദാബിയിലായിരുന്നു ഇന്നലെ കണ്ടിരുന്നത്. രാത്രി അത് ജനജീവിതത്തിനെ സാരമായി തന്നെ പേടി ഉണ്ടാക്കിയിരുന്നു, ആശങ്ക ഉണ്ടാക്കിയിരുന്നു, ഭയമുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ദുബായ് അബുദാബിയിലേക്ക് ഈ രണ്ട് എമിറേറ്റ്സുകളിലാണ് UAE-യിൽ സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അജ്മാനോ അല്ലെങ്കിൽ ഫുജൈറോ മറ്റുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം പ്രശ്നങ്ങൾ കാര്യമായി ഇന്നലെ ഉടനീളം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ആക്രമണം തുടങ്ങി വെച്ചത് അബുദാബിയിലായിരുന്നു. ഇന്നലെ രാത്രി വീണ്ടും നിരനിരയായ ആക്രമണം ഉണ്ടായതും അബുദാബിയിലായിരുന്നു. ആകെ 4 തവണയാണ് ഒരു സീരീസ് ഓഫ് സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരം UAE-ലെ വിവിധ മന്ത്രാലയങ്ങൾ അറിയിക്കുന്നുമുണ്ട്. ഇതൊക്കെയും ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണം നടന്ന ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഈ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഇത് നിരായുധീകരിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച ബുർജ് അൽ അറബ്, ജബൽ അലി, ദുബായ് എയർപോർട്ട്, ഒപ്പം തന്നെ ഈ അബുദാബി എയർപോർട്ട്, ഇതൊക്കെയും UAE സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ടായത് ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഇവിടെയൊക്കെയും അപകടങ്ങൾ ഉണ്ടായത്, കാഷ്വാലിറ്റികൾ ഉണ്ടായത് UAE സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടെ UAE കാണുന്നതാണ്. അത് ഒരു തരത്തിലും നീതീകരിക്കാനാകില്ല എന്ന് ആവർത്തിച്ച് UAE പറയുന്നുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ന് രാവിലെയും UAE പ്രസിഡന്റ് പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഖത്തർ അമീറുമായി സ്ഥിരമായി ചർച്ച നടത്തുന്നുണ്ട്, കുവൈറ്റുമായി ബന്ധപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ സൗദി അറേബ്യയും UAE-യും തമ്മിൽ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പലതവണ ചർച്ച നടത്തിയിരുന്നു. അതിപ്പോഴും തുടർന്നു വരികയാണ്.